ഞാൻ വിനയത്തോടു കൂടി ചോദിക്കട്ടെ, ഈസാ നബി മരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ. കാശ്മീരിൽ ഈസാ നബിയുടെ കബറുണ്ടെന്ന് നിങ്ങൾ തെളിവ് കൊണ്ടുവാ. ഹാത്തു ബുർഹാനക്കും, ഞങ്ങളിവിടെ റെഡിയാണ്, തയ്യാറാണ്. അള്ളാഹുവിന്റെ പ്രവാചകനായ ഈസാ നബി മരിച്ചിട്ടുണ്ടെന്നതിന് അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് ഒരായത്തിന്റെ കഷ്ണമെങ്കിലും ഓതാൻ ഈ ലോകത്തുള്ള ഏതെങ്കിലും ഒരു കാദിയാനിക്ക്, അത് കൊച്ചിയിൽ വേണ്ട, ഇനി ഏത് ദുനിയാവുള്ള കാദിയാനി പോയി ഇമാമിനെ കൊണ്ടെന്നാൽ പ്രശ്നമില്ല, നിങ്ങൾക്ക് ഓതാൻ കഴിയില്ല ഇലാ യൗമിൽ ഖിയാമ. സാധ്യല്ല നിങ്ങൾക്ക്. കാരണം അള്ളാഹ് പറഞ്ഞ നസ്ന് അള്ളാഹുവിന്റെ ഖുർആന് വിരുദ്ധമായി വഇന്നഹു ലതൻസീലു മിർ റബ്ബിൽ ആലമീൻ, അള്ളാഹുവിന്റെ പക്കൽ നിന്ന് വിശുദ്ധ ഖുർആനിൽ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദു ഫീ ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുമായിരുന്നു. അതുകൊണ്ട് ഇനി എന്റെ സുഹൃത്ത്, ജ്യേഷ്ഠ സുഹൃത്ത് ഓതേണ്ടത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചുപോയി എന്ന് നിങ്ങൾ നിങ്ങളുടെ വാചകം കൊണ്ട് പറഞ്ഞു. അതുകൊണ്ട് ഈസാ നബി മരിച്ചു എന്നതിന്റെ ആയത്ത് നിങ്ങൾ ഓതണം. അതാണ് നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഒരു റസൂൽ മാത്രമാണ്. അദ്ദേഹത്തിന് മുമ്പുള്ള എല്ലാ റസൂലുകളും മരണപ്പെട്ടിരിക്കുന്നു. ഈ ആയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട സമയത്ത് പല സഹാബാക്കളുടെ ഇടയിൽ ഒരു അഭിപ്രായം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടില്ല, പല മിറാജൊക്കെ ഇങ്ങനെ പല സംഭവങ്ങളൊക്കെ ഉള്ളപോലെ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വാൾ ഊരി പിടിച്ചു നിന്ന് എന്നിട്ട് പറഞ്ഞ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവന്റെ തല ഞാൻ കൊഴിയും. ഈ പറഞ്ഞ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ഈ ആയത്ത് ഓതുകയാണ്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പുള്ള എല്ലാ റസൂലും വഫാത്തായിരിക്കുന്നു, മരണപ്പെട്ടിരിക്കുന്നു. ഈ ആയത്ത് ഓതിയ സമയത്ത് ഏതെങ്കിലും ഒരു സഹാബാക്കൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് വന്ന ഈസാ നബി അലൈഹി ഇസ്ലാം ജീവനോടെ ആകാശത്ത് നിങ്ങൾ പറയുന്ന ഈ അന്ധവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ അവര് ഒരു കാര്യത്തിന് ഖുർആനെതിരായിട്ട് പറഞ്ഞാൽ തിരുത്താതിരിക്കില്ല. അവരപ്പ തന്നെ ഏതിനും സഹാബാക്കൾ ചോദിക്കുമായിരുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് ഈസാ നബി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. അപ്പൊ അവരതും ചോദിച്ചിട്ടില്ല. അവരെല്ലാ സഹാബാക്കളുടെ ഇടയിൽ ഇജ്മാ ഉണ്ട്, ഏക അഭിപ്രായമുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു, അദ്ദേഹം മരണപ്പെട്ട്. ഈസാ നബിയും ഒരു മനുഷ്യനായിരുന്നു, 1.25 ലക്ഷം നബിനെ അയച്ച് അവരെല്ലാവരും മരണപ്പെട്ട്. അതുപോലെ മുഹമ്മദ് നബിക്കും പോകുന്ന ഈസാ നബി മരണപ്പെട്ടെന്ന് സഹാബാക്കളെല്ലാം അംഗീകരിച്ചു. സഹാബാക്കളും അള്ളാന്റെ റസൂലും അംഗീകരിച്ച് ഉസ്താദിനെ അംഗീകരിക്കാൻ പറ്റൂല എന്നാണ് ഇപ്പൊ പറഞ്ഞു വന്നത്. ഉസ്താദിനെന്നല്ല, മുസ്ലിമീങ്ങൾ ആരും അംഗീകരിക്കൂല. നിങ്ങൾ ഇതാണ് ശരിക്കും മനസ്സിലാക്കി, സാധാരണക്കാർ മനസ്സിലാക്കിക്കോളൂ. ഇതാണ് ഖാദിയാനി മതം. അള്ളാന്റെ ഖുർആൻ ഓതാ തൊള്ളി തോന്നുന്ന അർത്ഥം പറയാം. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖദ് മാതത് എന്നല്ല. ഖദ് ഖലത് എന്ന് പറഞ്ഞാൽ എന്താ? മരിച്ചുനാ? ഏതൊരു വിഷയങ്ങൾ കൊണ്ടേ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ, അദ്ദേഹത്തിന് മുമ്പ് ഒരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞുപോയി. എവിടെ ഞങ്ങൾ മരിച്ചു എന്ന് അർത്ഥം കിട്ടിയത്? എവിടെ? നിക്കട്ടെ. ഖദ് ഖലത് എന്ന് പറഞ്ഞ എന്താ? ഖദ് മാതത് എന്ന അർത്ഥം തന്നെ. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമാണ്. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ, അദ്ദേഹത്തിന് മുമ്പ് ഒരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അദ്ദേഹം മരിച്ചു പോവുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ പുറംകാലിലേക്ക് തിരിഞ്ഞോടുകയാണോ? റസൂലുള്ളാഹി മരിച്ചു നിൽക്കുമ്പോ അതെന്ത് പരപ്രദായത്ത? ഇത് എവിടുന്ന് അങ്ങോട്ട് ഈസാ നബി മരിച്ചു എന്ന്? ഈസാ നബി ഖദ് ഖലത് എന്ന് പറഞ്ഞ നിങ്ങൾ അർത്ഥം പറഞ്ഞ എന്താ? നിങ്ങൾ അർത്ഥം പറഞ്ഞ എന്താ? മരിച്ചു എന്നാ. ഏത് ആരാണ് ഖദ് ഖലത്തിന്റെ അർത്ഥം പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ആയത്ത് തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ ഈ ലബനന്റെ ഹദീസ് പറഞ്ഞ്, ഈ ഇഷ്ടികന്റെ ഹദീസ് പറഞ്ഞത് ലാ നബിയ ബാദി. അപ്പൊ ഈ ആയത്ത് ഖാദിയാനി മതത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രം തിരിഞ്ഞു. ഖദ് ഖലത് എന്ന് പറഞ്ഞാൽ ഇതാണ് ഖാദിയാനികൾ. അള്ളാഹുവിന്റെ ഖുർആനെ പച്ചയായി ദുർവ്യാഖ്യാനിച്ച് ആളുകൾക്കിടയിൽ വിവരമില്ലാത്ത അല്ലെങ്കിൽ സാധാരണക്കാരെ ആളുകൾക്കിടയിൽ അള്ളാഹിന്റെ ഖുർആൻ ഓതിയിട്ട് തൊള്ളി തോന്നി അർത്ഥം പറയേ. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഖാദിയാനി ഇല്ല, ചേകനൂരില്ല, ആര് വന്നാലും അള്ളാഹിന്റെ ഖുർആൻ തൊട്ട് കളിക്കാൻ സമ്മതിക്കൂല. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുമ്പ് കഴിഞ്ഞുപോയ ഒരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ടെന്നാണ്. ആ കഴിഞ്ഞുപോയ പ്രവാചകന്മാർ എല്ലാവരും മരണപ്പെട്ടിട്ടുണ്ട്, എല്ലാ ഈസാ നബിയും മരണപ്പെട്ടിട്ടുണ്ടെന്ന് ആ ആയത്തിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് അർത്ഥം കിട്ടിയത്? കഴിഞ്ഞു പോണത് എങ്ങനെയാണെന്ന് തുടർന്നുള്ള ആയത്തിൽ പറഞ്ഞു. ഒന്നിൽ കൊല്ലപ്പെടുക അല്ലെങ്കിൽ മരണപ്പെടുക, ഈ രണ്ട് രീതിയിലാണ് കഴിഞ്ഞു പോകല്. അല്ലാതെ മൂന്നാമതൊരു ആകാശത്തേക്ക് പോകേണ്ടെന്ന് ആയത്തുണ്ടെങ്കിൽ അത് ഉസ്താവെന്ന്.
ആകാശത്തേക്ക് കൊണ്ടുവന്ന അർത്ഥമാണ്. ബൽ റഫഅഹുല്ലാഹു ഇലൈഹി, ഉയർത്തി. ഉസ്താദ് 5 നേരം നിസ്കരിക്കുമ്പോൾ റബ്ബിയ ഫോറിന് ബജാറിന് ബറഫാന്റെ ഓതുണ്ടല്ലോ, ഓതുണ്ട്. അല്ലാഹു എന്നെ ഉയർത്തണമെന്ന്. റഫ എന്നുള്ള വാക്ക് തന്നെയാണ് അവിടെ ഉപയോഗിച്ച വാചകം. നിങ്ങൾ പറയും റഫ ഉയർത്തണമേ, പ്രാർത്ഥിക്കണ്ടല്ല. ആകാശത്തേക്ക് ഇതുവരെ കയറി പോയിട്ട് കണ്ടിട്ടില്ല, പ്രാർത്ഥന സ്വീകരിച്ചില്ലേ ഉസ്താദിന്റെ? ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാല് കിതാബി ഇദ്രീസ ഇന്നഹു കാന സിദ്ദീഖൻ നബിയ വറഫഅനാഹു മക്കാനൻ അലിയ. ഇദ്രീസ് നബിയെ ഉയർത്തിയിട്ടുണ്ട്, അതുകൂടി കയറ്റി വെച്ചു ഉസ്താദ്. ഈ രണ്ട് കാര്യത്തിലും ഇല എവിടെ? ബൽ റഫഅഹുല്ലാഹു ഇലൈഹി ഈസാ നബിയെ പറ്റി പറഞ്ഞു. റഫഅനാഹു മക്കാനൻ അലിയ, അവിടെ ഇലാന്നുണ്ടോ? ഇല്ല. അതാണ് ഖാദിയാനി മതം തട്ടിപ്പ്. ഒന്ന്. രണ്ടാമത്തത് പ്രാർത്ഥനയിൽ റഫഅ എന്നുള്ളൂ, വർഫഅനി എന്നുള്ളൂ. വർഫഅനി ഇലൈക്കാന്നുണ്ടോ? ഇലുണ്ടോ? അപ്പൊ റഫഅ ഇല എന്ന് പറഞ്ഞാൽ ബൽ റഫഅഹുല്ലാഹു ഇലൈഹി എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുലേക്ക് ഉയർത്തി എന്നാണ്. മാത്രമല്ല റഫഅനാഹു മക്കാനൻ അലിയ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ഉയർത്തുന്ന. അറബി പഠിക്കണം, അല്ലാതെ ഉറുദു മാത്രം പഠിച്ചിട്ട് ദുനിയാവില് അള്ളാഹിന്റെ ഖുർആൻ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. ബൽ റഫഅഹുല്ലാഹു ഇലൈഹി, അള്ളാഹുവിന്റെ പ്രയോഗം കൃത്യമാണ്. ഈസാ നബിയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ മാത്രമാണ് ബൽ റഫഅഹുല്ലാഹു ഇലൈഹി. എന്നാൽ മറ്റു പ്രവാചകന്മാരെ പറ്റി പറഞ്ഞപ്പോൾ ബൽ റഫഅനാഹു ഇലൈഹി എന്ന് പറഞ്ഞില്ല, റഫഅനാഹു മക്കാനൻ അലിയ. ഇത് അള്ളാഹ് ഖുർആൻ ഇറക്കണത്, മിർസല്ല. മനസ്സിലല്ലേ? മിർസന്റെ ഖുർആൻ ആണെങ്കിൽ വൈരുദ്ധ്യം ഉണ്ടാകും. ഇത് അള്ളാഹുവിന്റെ ഖുർആനാണ്. അതുകൊണ്ട് സുഹൃത്തിന് ആത്മാർത്ഥമായി ചിന്തിക്കണം. ഇപ്പോഴെങ്കിലും ഖാദിയാനി മതം തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത്. കാരണം നിങ്ങളെ കുറ്റല്ല, നിങ്ങളുടെ ആ മൗലവിമാർ, നിങ്ങളുടെ ബ്രിട്ടീഷുകാരെന്ന് പഠിച്ച ആ വിവരങ്ങൾ നിങ്ങളുടെ മൗലവിമാർക്ക് പകർന്നു കൊടുക്കുന്നു. ആ മൗലവിമാർ ഒന്നും അറിയാത്ത നിങ്ങളെ പോലുള്ള സാധാരണക്കാരെ വഞ്ചിക്കാണ്. ബൽ റഫഅഹുല്ലാഹു ഇലൈഹി, ഇത് ഒരൊറ്റ ഖാദിയാനിക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഇലൈഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുലേക്ക്, ആ റൂഹോടുകൂടി ഉയർത്തലാണ് ഇലൈഹി എന്ന് പറഞ്ഞാൽ. എന്നാൽ മറ്റു പ്രവാചകന്മാരെ പറ്റി പറഞ്ഞപ്പോ റഫഅനാഹു മക്കാനൻ അലിയ, വർഫഅനി എന്നുള്ളൂ. വർഫഅനി ഇലൈക്കാന്നുണ്ടോ? ഇല്ല. അപ്പൊ രണ്ടും രണ്ടാണ്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചു എന്നതിന് ഈ ആയത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് തെളിവ് കിട്ടിയത്? നിങ്ങൾ പറഞ്ഞു അഫഇമ്മാത ഔ ഖുതില, അവർ മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ തിരിഞ്ഞോടുകയാണ്. അതിന് മരിച്ചു എന്ന് എവിടെ കിട്ടിയത്? അങ്ങനെ ഉണ്ടായാൽ നിങ്ങൾ തിരിഞ്ഞോടുകയാണെന്ന് ചോദിച്ചാൽ അങ്ങനെ മരിച്ചു എന്ന് എവിടെ കിട്ടിയത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുമ്പ് വന്ന റസൂൽമാര് കഴിഞ്ഞു കടന്നു പോയിരിക്കുന്ന കാര്യമാണ് തുടർന്ന് പറഞ്ഞത്. അവർ ഒന്നിൽ കൊല്ലപ്പെടുക അല്ലെങ്കിൽ മരണപ്പെടുക. ഈ രണ്ട് രീതിയിലല്ലാണ്ട് മൂന്നാമതൊരു രീതി വിശദീകരിക്കാൻ ഖുർആനിൽ നിന്ന് എവിടെയെന്ന് കിട്ടിയെന്നാണ് ഞാൻ ചോദിച്ചത്. പിന്നെ ഇപ്പൊ പറഞ്ഞ് അള്ളാഹുലേക്ക് ഉയർത്തി, അതുകൊണ്ടിട്ട് ആകാശത്തേക്ക് പോയ അവിടെ ഇരിക്കേണ്ടെന്നാണ് പറയുന്നത് ഉസ്താദ്. അള്ളാഹു അവന്റെ ജീവനാടിയേക്കാൾ അടുത്തവനാണെന്നാണ് ഖുർആൻ പറയുന്നത്. എപ്പോഴും ഓതണ ആയത്താണല്ലേ ഇതൊക്കെ. അപ്പൊ അള്ളാഹു എവിടെ ഇട്ടാണ് ഈ ഉയർത്തണ? ജീവനാടിയേക്കാൾ അടുത്ത അല്ല ഉണ്ട്. ശരി. അപ്പൊ ഇനിയും പ്രശ്നം കൂടുക. അപ്പൊ അഫയും മാത്ത ഔ ഖുതില, അത് കഴിഞ്ഞു പോയ നബിമാരെ പറ്റിയല്ല. അഫയും മാതൂ എന്നല്ല, ഔ ഖുതിലു എന്നല്ല. വമാ മുഹമ്മദുൻ എന്ന് പറഞ്ഞിട്ടാണ് അഫയും മാത്ത. ആ മുഹമ്മദ് നബി മരിച്ചാൽ ഔ ഖുതില, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടാൽ. മുഹമ്മദ് നബി കൊല്ലപ്പെട്ടിട്ടില്ലല്ലോ. അല്ലാഹ് പറഞ്ഞത് എന്താ? കൊല്ലപ്പെട്ടാൽ. മുഹമ്മദ് നബി കൊല്ലപ്പെട്ടിട്ടില്ല, എന്നിട്ടും അല്ലാഹ് പറഞ്ഞു കൊല്ലപ്പെട്ടാൽ. അപ്പൊ ഇത് രണ്ടും ഉണ്ടായാൽ നിങ്ങൾ തിരിഞ്ഞു പോവുകയാണോ എന്നാ. അപ്പൊ ഇത് രണ്ടും വഴിക്ക് മാത്രമേ കഴിഞ്ഞു പോകൂ എന്നല്ല ആയത്ത് പറഞ്ഞത്. കഴിഞ്ഞു പോകൽ ഈ രണ്ട് വഴിക്കാണ് എന്നല്ല. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റസൂല് മാത്രം. ഏതുപോലെ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, ആ മുഹമ്മദ് നബിക്ക് മുമ്പ് റസൂലുമാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അഫ ഇമ്മാത, ആ മുഹമ്മദ് നബി മരിച്ചാൽ, ഔ ഖുതില, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടാൽ, ഇൻ ഖലബതും, നിങ്ങൾ തിരിഞ്ഞു പോവുകയാണോ? അങ്ങനെ പോയാൽ അല്ലാഹു നഷ്ടൊന്നുമില്ല. അവിടെ ഈ രണ്ട് വഴിക്കേ കഴിഞ്ഞു പോകുക അവരൊക്കെ എന്നല്ല പറഞ്ഞത്. അള്ളാഹിന്റെ റസൂലിനെ പറ്റി പറഞ്ഞു. റസൂല് കൊല്ലപ്പെട്ടാൽ നിങ്ങൾ എന്തിനാ ഇസ്ലാമിന് പുറത്തേക്ക് പോകുന്നത്? റസൂല് മരിച്ചാൽ നിങ്ങൾ എന്തിനാ ഇസ്ലാമിന് പുറത്തേക്ക് പോകുന്നത് എന്നേ ചോദിച്ചിട്ടുള്ളൂ. പിന്നുള്ളത് റഫഅ, വിശദമായി ഇവിടെ പറഞ്ഞു. ബറഫഅഹുല്ലാഹു ഇലൈഹി, അല്ലാഹുവിലേക്ക് ഉയർത്തി. ഇനി ആ ആയത്ത് അല്ലാഹുവിലേക്ക് ഉയർത്തി എന്നല്ലെങ്കിൽ അതിനർത്ഥം എന്താ? അല്ലാഹുവിലേക്ക് ഉയർത്തി എന്നല്ലെങ്കിൽ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ അല്ലാഹ് എല്ലാ സ്ഥലത്തും ഉണ്ട്, ജീവനാടിനൊക്കെ അടുത്താണ് എന്ന ആയത്ത് നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞു അല്ലാഹ് എല്ലാ സ്ഥലത്തും ഉണ്ട് എന്ന്. അതാണെങ്കിൽ ബറഫഅഹുല്ലാഹു ഇലൈഹി പറഞ്ഞ് എന്താ അർത്ഥം വെക്കുക? ഈസാ നബിയെ ഇവിടെ ഒന്നാകെ അല്ലാഹ് വിതറിയതാണോ? നാളും മരിച്ചു കിട്ടുന്നല്ലോ, അപ്പോഴും മരിച്ചു കിട്ടുന്നല്ലോ. പറഞ്ഞോളി. ബറഫഅഹുല്ലാഹു ഇലൈഹി നിങ്ങൾ എന്താ അർത്ഥം വെക്കുക? അതായത് യഹൂദന്മാര് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ വ്യഭിചാരപുത്രനും കള്ളപ്രവാചകനായിട്ട് അള്ളാഹുമായിട്ടൊരു ബന്ധമില്ലാത്തവനായിട്ട് ശപിക്കപ്പെട്ടവനായിട്ട് വിശ്വസിച്ച് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നതാണ്.
അപ്പൊ അള്ളാഹു പറയണ എന്നിലേക്ക് ഉയർത്തി, അതായത് ആത്മീയമായ ഉന്നത പദവി ഞാൻ നൽകി, അള്ളാഹു എന്റെ അടുക്കലേക്ക് സാമീപ്യം നൽകി ഉയർന്ന സ്ഥാനത്തുള്ള ഒരു പ്രവാചകനാണെന്നുള്ള മറുപടിയാണ്. അതെവിടുന്ന കിട്ടിയത്? അതാണ് മറുപടി എവിടുന്ന് കിട്ടി? അത് ബുദ്ധിയുള്ളവർക്ക് അല്ല, മനസ്സിലാവും. ആ ബുദ്ധി പറ്റൂല, അത് കുബുദ്ധിയാണ്. അത് കുബുദ്ധിയാണ്. അതാണ് ഇദ്രീസ് നബിയെ പറ്റി പറഞ്ഞപ്പോഴോ വറഫഅനാഹു മകാനൻ അലിയാന, വറഫഅനാഹു മകാനൻ അലിയ, ഉന്നത സ്ഥാനത്തേക്ക് നാം ഉയർത്തി. ആ പ്രയോഗം പടി പ്രയോഗിച്ചാൽ മതിയല്ലോ, അതേ പ്രയോഗം പ്രയോഗിച്ചാൽ മതിയല്ലോ. അത് പ്രയോഗിക്കാതെ ബറഫഅഹുല്ലാഹു ഇലൈഹി മാത്രമേ ഖതലൂഹു വമാ സ്വലബൂഹു എന്ന് പറഞ്ഞിട്ടാ പറഞ്ഞത്. അല്ലാതെ വ്യഭിചാരം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടല്ല, വ്യഭിചാരം ചെയ്തിട്ടില്ല, മോശപ്പെട്ടവനല്ല എന്ന് പറഞ്ഞിട്ടല്ല ഉയർത്തി എന്ന് പറഞ്ഞത്. പിന്നെയോ വമാ ഖതലൂഹു, അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല, വമാ സ്വലബൂഹു, കുരിശിലേറ്റിയിട്ടില്ല, ബറഫഅഹുല്ലാഹു ഇലൈഹി, അല്ലാഹുവിലേക്ക് ഉയർത്തിയിരിക്കുന്നു. അതാ പ്രശ്നം. അല്ല, അദ്ദേഹം വ്യഭിചരിച്ചിട്ടില്ല, അദ്ദേഹം മോശം നടത്തിയിട്ടില്ല, അദ്ദേഹം മോശക്കാരനല്ല, അല്ലാഹു ഉയർത്തിയിരിക്കുന്നു എന്നല്ല പറഞ്ഞത്. അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല, അവരദ്ദേഹത്തെ ക്രൂശിച്ചിട്ടില്ല, അല്ലാഹുവിലേക്ക് ഉയർത്തിയിരിക്കുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഖാദിയാനി ആദർശത്തിൽ പെട്ടുപോയ സഹോദരങ്ങൾ ഈ ശബ്ദം കേൾക്കുന്ന കൂട്ടത്തിൽ കുറെ ഉണ്ട് എന്നാണ് തീർച്ചയായും ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് ഒന്ന് ചിന്തിക്കാനെങ്കിലും ഈ സംസാരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടണം എന്ന് സൂചിപ്പിക്കാനുണ്ട്. ആ ഒരു സുഹൃത്തിനെ മാത്രമല്ല നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്രയധികം സമയം കൊടുത്തതും. ആ ശബ്ദം കേൾക്കുന്ന, അതിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന കുറെ ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അവർ ഞങ്ങൾ ഇപ്പോൾ കാണുന്നുമുണ്ട്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ചിന്തിക്കാൻ, കുറെ ആയത്ത് പരാമർശിക്കപ്പെട്ടല്ലോ, ഈ ആയത്തുകളൊക്കെ അപ്പറിനർത്ഥം ശരിയല്ല എന്ന് നേരെ നമ്മളിവിടെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. എങ്കിൽ പിന്നെ ഇനി നമുക്ക് അതിന് പിന്നാലെ പോകണോ എന്ന് ആലോചിക്കുക. നബിയ്യീന വസുദ്ദീഖീന മുതൽ ഇങ്ങോട്ടുള്ള ആയത്തൊക്കെ, അപ്പൊ അദ്ദേഹം അവിടെ പറഞ്ഞു തുടങ്ങിയത് മുതൽ അദ്ദേഹം നബിയാകണം, എല്ലാവരും നബിയാകണം, മീർസ മാത്രം നബി ആയതുകൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുക ഇല്ല. അതിനാൽ ഈ വക തെറ്റായ ധാരണകൾ, തെറ്റായ ആദർശങ്ങളിൽ മാറി ശരിയായ ഇസ്ലാമിന്റെ വഴിയിലേക്ക് വരണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അദ്ദേഹം പറഞ്ഞു ഒരു കാര്യത്തിൽ കൂടി വിശദീകരണം. അദ്ദേഹം പറഞ്ഞു ഇവിടെ ബൽ റഫഅല്ലാഹു ഇലൈഹി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആത്മാവിനെ ഉയർത്തി എന്നാണ്. അങ്ങനെയാണെങ്കിൽ അള്ളാഹ് പറയേണ്ടത് ബൽ റഫഅഹ അല്ലാഹു ഇലൈഹി എന്നാണ്. റഫഅഹ എന്ന് മുഅന്നസായി പറയണം. ബൽ റഫഅഹു എന്ന് ഈസാ നബിയെ സൂചിപ്പിക്കുന്ന മുദക്കറിന്റെ ലമീറാണ് അള്ളാഹ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലാതെ ബൽ റഫഅഹ എന്നാണെങ്കിൽ നിങ്ങളുടെ വ്യാഖ്യാനത്തിന് പഴുതുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അള്ളാഹിന്റെ ഖുർആനാണ്, മിർസയുടെ ഖുർആനല്ല.